ഹലോ നമസ്കാരം. ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിന് വരുന്ന കമൻസിനെ കുറിച്ചാണ്. എൻ്റെ വീഡിയോസിന് നെഗറ്റീവ് കമൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാട്ടോ. വളരെ റെയറായിട്ട് മാത്രമേ നെഗറ്റീവ് കമൻസ് ഞാൻ കാണാറുള്ളൂ. പക്ഷേ ചില കമൻസ് കാണുമ്പോൾ ഞാനൊന്ന് ആലോചിക്കാറുണ്ട്, ഇത്തരം കമൻസ് ഞാൻ അർഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നെ ചിലപ്പോൾ അത് ചിന്തിപ്പിക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈയിടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതി. അതെനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിലൊരു 6 ലക്ഷത്തിലധികം പേര് കണ്ടു, യൂട്യൂബിൽ നന്നായിട്ട് കുറച്ചധികം പേര് കണ്ടു. ഇതിനിടയ്ക്ക് ഒരു മാഡം വന്നിട്ട് ഒരു ഒറ്റ കമൻറ്റ്, 3 മിനിറ്റ് കൊണ്ടാണോ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്, ഈ പൊട്ടത്തരം എന്തിനാണ് എഴുന്നള്ളിക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പം എൻ്റെ സബ്സ്ക്രൈബറെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടാവാം, ഒന്നും കൂടി ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി. ശരിക്കും ഞാൻ ആ വീഡിയോയിൽ പൊട്ടറ്റോ 13 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ആദ്യം 3 മിനിറ്റ്, പിന്നെ ഒരു 6 മിനിറ്റ്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് 13 മിനിറ്റ് ആ പൊട്ടറ്റോ ഞാൻ വേവിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. കാരണം അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു എന്ന് തോന്നും, മാഡം ഞാനത് 13 മിനിറ്റ് വേവിച്ചിട്ടുണ്ടല്ലോ, എന്തേ കാണാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വീഡിയോ വന്ന് കാണും. വീഡിയോ കാണുമ്പോൾ ആദ്യം കുറച്ച് സമയം കാണും, അപ്പോൾ 3 മിനിറ്റ് വേവിച്ചു. എന്നിട്ട് ഇവർ നേരെ പോയിട്ട് ലാസ്റ്റ് കാണും, വീഡിയോയുടെ എൻഡ് കാണുമ്പോൾ അതേ ആ പൊട്ടറ്റോ വെച്ചിട്ട് ബാക്കി ഫിനിഷ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അവരങ്ങോട്ട് സ്വയം തീരുമാനിക്കുകയാണ്, 3 മിനിറ്റ് കൊണ്ട് ഇവൻ പൊട്ടറ്റോ വേവിച്ചിട്ട് നമ്മളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണെന്ന്. അപ്പം എനിക്ക് ആ മാഡത്തിനോട് പറയാനുള്ള, മാഡം കമൻറ്റ് ഇടാം, കമൻറ്റ് നല്ലത് തന്നെയാണ്, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവാം കമൻറ്റ്. പക്ഷേ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുകയായിരിക്കും ഭംഗി, അല്ലെങ്കിൽ കമൻറ്റ് ഇടാതിരിക്കുക. ഞാൻ ആ വീഡിയോ കണ്ടില്ല, പിന്നെ കമൻറ്റ് ഇടാതിരിക്കുക. ഞാൻ ആ കമൻറ്റ് ഇട്ട ആളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ കമൻറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സിന് അനുഭവം ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം, ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷേ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക എന്നൊരു സജഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ചില കമൻറ്റ്സ് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിലും നമുക്കത് ഒരുപാട് ഊർജ്ജം തരാറുണ്ട്, പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. അതേ വീഡിയോയ്ക്ക് തന്നെ മറ്റൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ആ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയത് നമ്മുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കൊണ്ടാണ്. അപ്പോൾ ഒരാൾ വളരെ സരസമായിട്ട് താഴെ വന്നിട്ട്, ഓഹോ സ്പെയിനിലും വെളിച്ചെണ്ണയാണോ എന്ന് ചോദിച്ചായിരുന്നു. ചിലപ്പം നെഗറ്റീവായിട്ട് പുള്ളി എന്തോ കുറ്റം കണ്ടുപിടിച്ചത് മാതിരി കമൻറ്റ് ഇട്ടതായിരിക്കാം. പക്ഷെ ഞാനും ആലോചിച്ചു, ഞാനൊന്ന് ചിരിച്ചു, ശരിയാണല്ലേ, ഞാൻ വെളിച്ചെണ്ണ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ബട്ടറോ ഗീയോ ഒക്കെ ഉപയോഗിക്കുമായിരിക്കും. അങ്ങനെ നെഗറ്റീവ് കമൻസ് ആണെങ്കിലും പോസിറ്റീവായിട്ട് നമുക്ക് ഉപകാരപ്രദമായ കമൻസും വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സജഷനാണ്, കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് തന്നെയല്ല, ആരുടെ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.